നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വിയൂർ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെ തടവുകാരൻ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചുവെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും രമേശ് ചെന്നിത്തല. തൃശൂർ DCC ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റായി പാർട്ടിയിൽ സജീവമല്ലാത്ത ആളെ നിയമിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചവരെ പോലീസ് നീക്കി. വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് കൊടുങ്ങല്ലൂരിൽ ലക്ഷക്കണക്കിന് ചെമ്മീൻ കുഞ്ഞുങ്ങൾ ചത്തു. 15 ലക്ഷം രൂപയുടെ നഷ്ടം. ഗുരുവായൂരിൽ നടപ്പാതയിൽ കിടന്നുറങ്ങുകയായിരുന്ന വയോധികന് തെരുവ് നായയുടെ കടിയേറ്റു. മലപ്പുറം സ്വദേശി ബാലനാണ് പരിക്കേറ്റത്. അതിരപ്പള്ളി വിച്ചിലപ്പാറ വഞ്ചിക്കടവ് ഉന്നതിയിൽ കാട്ടാനാക്രമണം. എടയാലത്ത് പറമ്പിൽ മധുവിന്റെ വീട്ടിലെ ബൈക്കും വൈദ്യുതി മീറ്റർ ബോർഡും ആന തകർത്തു. ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിന് തകർപ്പൻ ജയം. സൗദി അറേബ്യ പരാജയന 2ാം അംഗത്തിന് ഇന്നിറങ്ങും. ഞാൻ റിയ. വാർത്തകൾ വിശദമായി. വിയൂർ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെ തടവുകാരൻ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചുവെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. രേഷ് ബാബുവിന്റെ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന KK രാമചന്ദ്രൻ MLA നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. നന്മണിക്കര പുലക്കാട്ടുകര സ്വദേശി രേഷ് ബാബു റിമാൻഡിൽ കഴിയവെ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് മരിക്കുകയുമായിരുന്നു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കുടുംബത്തിന് സാമ്പത്തിക സഹായം അനുവദിക്കണമെന്നും MLA സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മെയ് 26-ന് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച രേഷ് ബാബു ജൂൺ 3-നാണ് മരിച്ചത്. രേഷ് ബാബുവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം പരാതി നൽകിയിരുന്നു. തൃശൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറാണ് കേസ് അന്വേഷിക്കുന്നത്. തൃശൂർ DCC ഓഫീസിൽ മറ്റത്തൂരിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് നിയമനത്തിനെതിരെയാണ് പ്രതിഷേധമുണ്ടായത്. മണ്ഡലം പ്രസിഡന്റായി നിയമിച്ച ഹസൻ പാർട്ടിയിൽ പോലുമില്ലാത്ത ആളാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. പ്രാദേശിക പ്രവർത്തകരുടെ കടുത്ത അതൃപ്തിയിലും ജോസഫ് ടാജറ്റ് ഒരു പ്രവർത്തന പരിചയവുമില്ലാത്ത ആളെ മറ്റത്തൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി നിയമിച്ചുവെന്നാണ് പ്രവർത്തകരുടെ ആരോപണം. മണ്ഡലം പ്രസിഡന്റിനെ മാറ്റി നിർത്തുകയും നിലവിലുണ്ടായിരുന്ന മണ്ഡലം പ്രസിഡന്റ് മാറ്റി നിർത്തി, അടിയിലുണ്ട DC സെക്രട്ടറിയെ മാറ്റി നിർത്തി, എല്ലാവരും മാറി നിൽക്കാൻ പറഞ്ഞു പാർട്ടി. അത് കഴിഞ്ഞ് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ആ മണ്ഡലം പ്രസിഡന്റ് തന്നെയായിരുന്നു മണ്ഡലത്തിന്റെ ചാർജും ഇലക്ഷന്റെ കമ്മിറ്റിയുടെ ചെയർമാനും അദ്ദേഹമായിരുന്നു. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ കൃത്യമായി അവിടെ വോട്ടുകളുടെ എണ്ണത്തിൽ വൻ ഭൂരിപക്ഷം ഉണ്ടായി. തുടർന്ന് വന്ന ഈ കാര്യങ്ങൾ, അതായത് പുതിയ മണ്ഡലം പ്രസിഡന്റ് എന്തിനു വെച്ചു എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ DCCയിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ നടക്കണമെങ്കിൽ യാതൊരു കുഴപ്പമില്ല. വിളിച്ചാൽ ഫോൺ എടുക്കുകയോ മറ്റു കാര്യങ്ങളോ ചെയ്യാത്ത DCC പ്രസിഡന്റ് ഞങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. എന്താണ് വെച്ചാലുള്ള കാരണം? കഴിഞ്ഞ ഞാൻ കോൺഗ്രസിന്റെയും പ്രവർത്തനമായിട്ട് 20 വർഷത്തിനടുത്തായി. 20 വർഷമായിട്ട് ഇതുവരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അവിടെ ഇത്രയധികം പ്രശ്നങ്ങൾ, പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം DCC പ്രസിഡന്റാണ്. DCC പ്രസിഡന്റ് അന്ന് 24 സ്ഥാനാർത്ഥികളിൽ 3 പേരെ ഇവിടുന്ന് നിയോഗിച്ച് വിടുകയും അവിടെ ചിഹ്നം കൊടുത്ത് അവിടെ മത്സരിപ്പിക്കാൻ നിർത്തുകയും അങ്ങനെ ചെയ്തതുകൊണ്ടാണ് മറ്റത്തൂർ പഞ്ചായത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായതും. പ്രതിഷേധക്കാരെ BJP പറഞ്ഞയച്ചതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് നിയമനത്തിൽ എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ പാർട്ടിക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടതെന്നും ടാജറ്റ് പ്രതികരിച്ചു. തൃശൂർ ACP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തുകയും സ്ത്രീകളടക്കമുള്ള പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. TCV ന്യൂസ്, തൃശൂർ. ചാവക്കാട് തഹസിൽദാറായി ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ആളെ നിയമിച്ചെന്നാരോപിച്ച് UDF-ൽ അസ്വസ്ഥത. ഇടത് യൂണിയനിൽപ്പെട്ട TK ഷാജിയെ ചാവക്കാട് തഹസിൽദാറായി ചുമതലപ്പെടുത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം.
പാലയൂർ സ്വദേശിയായ KT ബാബുവിനെ ചാവക്കാട് തഹസിൽദാറായി ചുമതലപ്പെടുത്തണമെന്നായിരുന്നു കോൺഗ്രസ് ആവശ്യം. NGO അസോസിയേഷനും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയനും കോൺഗ്രസ് ജില്ലാ നേതൃത്വം വഴി ഇക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അസോസിയേഷനെയും പാർട്ടി നേതാക്കളെയും ഞെട്ടിച്ചുകൊണ്ട് ഇടത് യൂണിയനിൽപ്പെട്ട TK ഷാജിയെയാണ് ചാവക്കാട് തഹസിൽദാറായി സർക്കാർ നിയമിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഇടപെട്ടാണ് ഇടത് യൂണിയനിൽപ്പെട്ട ആളെ ചാവക്കാട് തഹസിൽദാറായി നിയമിച്ചതെന്നാണ് കോൺഗ്രസ് അനുകൂല യൂണിയനും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുന്നത്. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഇത് സംബന്ധിച്ച ചർച്ച ചൂടേറുകയാണ്. ചാവക്കാട് മുൻ തഹസിൽദാറായിരുന്ന ഷാജി ഇപ്പോൾ ഡെപ്യൂട്ടേഷനിൽ ഗുരുവായൂർ ദേവസ്വം തഹസിൽദാറായി ജോലി ചെയ്തു വരികയാണ്. വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് കൊടുങ്ങല്ലൂരിൽ ലക്ഷക്കണക്കിന് ചെമ്മീൻ കുഞ്ഞുങ്ങൾ ചത്തു. 15 ലക്ഷം രൂപയുടെ നഷ്ടം. പുല്ലൂറ്റ് നാരായണമംഗലത്ത് വലിയപറമ്പിൽ ഹുസൈന്റെ ചെമ്മീൻ കൃഷിയാണ് നശിച്ചത്. 40 ദിവസം പ്രായമുള്ള 4 ലക്ഷത്തോളം ചെമ്മീൻ കുഞ്ഞുങ്ങളാണ് പാടത്തുണ്ടായിരുന്നത്. ഇവയ്ക്ക് ഓക്സിജൻ നൽകുന്നതിനായി സ്ഥാപിച്ച വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനാകാതെ വന്നതിനെ തുടർന്നാണ് ചെമ്മീൻ കുഞ്ഞുങ്ങൾ കൂട്ടത്തോടെ ചത്തത്. ഞായറാഴ്ച കൃഷിയിടത്തിലേക്കുള്ള വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് KSEB ഓഫീസിൽ വിവരമറിയിച്ചുവെങ്കിലും നടപടിയുണ്ടായില്ല. പുത്തഞ്ചിറ സെക്ഷൻ ഓഫീസിലെ KSEB ജീവനക്കാരുടെ അനാസ്ഥയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഹുസൈൻ പറഞ്ഞു. ഞങ്ങളുടെ KSEB കൊടുങ്ങല്ലൂർ നമ്പർ 2 ചാപ്പാറായിരുന്നു. അവര് നമ്മൾ ഏത് രാത്രി വിളിച്ചാലും ഇതിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് അവർ വരണുണ്ടായിരുന്നു. ഞങ്ങൾ പുത്തഞ്ചിറ KSEB ആക്കിയതിനു ശേഷം ഇവരെ സർവീസ് വളരെ മോശം. ഇവരെ വിളിച്ചാൽ ഇവർ വരില്ല, ഫോൺ എടുക്കൂല, വിളിച്ചാൽ വരാന്ന് പറയും. ഇന്നലെ 7-7:30 മണിക്ക് കറണ്ട് പോയിട്ട് ആ കാറ്റും മഴ വന്നപ്പോൾ കറണ്ട് പോയിട്ട് ഇവരെ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഇപ്പോൾ വരാന്ന് പറഞ്ഞു. 11:30 വിളിച്ചിട്ട് വന്നില്ല. എൻ്റെ കത്തിപ്പോയി. ഇതിന് ശേഷം ഞാൻ ഇവരെ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഇപ്പോൾ വരാന്ന് പറഞ്ഞു. ഇവർ വന്നില്ല. ലാസ്റ്റ് ഇവർ പറഞ്ഞ ജമ്പർ കത്തിപ്പോയി, അത് ഇന്ന് നടക്കൂല, നാളെ ശരിയാക്കുള്ളൂ എന്ന് പറഞ്ഞു. വ്യക്തിത്വം ഇല്ലാത്ത മറുപടിയാണ് അവർ പറഞ്ഞത് എന്നോട്. ഈ ഓക്സിജൻ കൊടുക്കുന്ന എയറേറ്റർ ഒന്നും വർക്ക് ചെയ്തില്ല. വർക്ക് ചെയ്യേണ്ടെന്ന് ചെമ്മീനൊക്കെ ചത്ത് പൊന്തി. വളർച്ചയെത്തിയാൽ ഏകദേശം 30 ലക്ഷം രൂപ വിലമതിക്കാവുന്ന ചെമ്മീനാണ് നശിച്ചത്. 15 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം. പ്രദേശത്തെ മറ്റ് ചില ചെമ്മീൻ പാടങ്ങളിലും സമാനമായ രീതിയിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. TCV കൊടുങ്ങല്ലൂർ. ഗുരുവായൂരിൽ നടപ്പാതയിൽ കിടന്നുറങ്ങുകയായിരുന്ന വയോധികന് തെരുവ് നായയുടെ കടിയേറ്റു. മലപ്പുറം സ്വദേശി നന്നമുക്ക് ഇടയത്ത് വീട്ടിൽ ബാലനാണ് തെരുവ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഹോട്ടൽ ജോലിക്കാരനായ ഇയാൾ 20 വർഷത്തോളമായി ഗുരുവായൂരിലാണ് കഴിയുന്നത്. സുഖമില്ലാത്തതിനെ തുടർന്ന് നടപ്പാതയിൽ വിശ്രമിക്കുമ്പോൾ നായ ഓടി വന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് ബാലൻ പറഞ്ഞു. അവിടെ കിടക്കുകയായിരുന്നു. കാലുകൊണ്ട് നടക്കാൻ വയ്യാതെ അവിടെ കുറച്ചു നേരം കിടന്നു. അപ്പോഴാണ് പെട്ടെന്ന് നായ വന്ന് കടിച്ചത്. ചെമ്പിൾ പോലീസും ചേർന്ന് ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്ഷേത്രനഗരിയിൽ തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. രാത്രിയിൽ കാൽനട യാത്രികരെ ആക്രമിക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ആൾക്കൂട്ടത്തിലേക്ക് പാഞ്ഞടുത്ത് കാട്ടാന. ബൈക്ക് തകർക്കുകയും വൈദ്യുതി മീറ്റർ ബോർഡ് അടിച്ചിടുകയും ചെയ്തു. വഞ്ചിക്കടവ് ഉന്നതിയിൽ ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. എടയാലത്ത് പറമ്പിൽ മധുവിന്റെ വീട്ടിലേക്കാണ് ആന എത്തിയത്. ഇയാളുടെ മകന്റെ കല്യാണത്തിന് ശേഷമുള്ള വിരുന്ന് സൽക്കാരമായിരുന്നു ഞായറാഴ്ച. ഇതിനെത്തിയ ബന്ധുക്കളും മറ്റും മുറ്റത്ത് റോഡരികിലുമായി സംസാരിച്ച് നിൽക്കുമ്പോഴായിരുന്നു ആനയുടെ വരവ്. ആളുകൾ ഓടി മാറിയതിനാൽ അപകടം ഒഴിവായി. മധുവിന്റെ മകൻ മിഥുന്റെ ബൈക്കാണ് ആക്രമിച്ചത്. തുടർന്ന് സമീപത്തെ വൈദ്യുതി വകുപ്പിന്റെ താൽക്കാലിക മീറ്റർ ബോർഡ് തകർക്കുകയും ചെയ്തു. ആന എണ്ണപ്പന തോട്ടത്തിലേക്ക് കടന്നുപോയി. KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്രയാക്കിയതോടെ സ്വകാര്യ ബസ്സുകളുടെ വരുമാനം 20 മുതൽ 50% വരെ കുറഞ്ഞുവെന്നും ത്രൈമാസ നികുതിയിലെ 50% ഇളവ് പ്രതിദിന ചിലവിൽ 120 രൂപയുടെ കുറവേ വരുത്തിയിട്ടുള്ളൂവെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് വ്യവസായം കടന്നുപോകുന്നത്. കഴിഞ്ഞ ബസ് ചാർജ് വർധനയ്ക്ക് ശേഷം ഡീസൽ വിലയിൽ മാത്രം 10 രൂപയുടെ വർധനവ് വന്നിട്ടുണ്ട്. മറ്റെല്ലാ പ്രവർത്തന ചെലവുകളും 25 മുതൽ 50% വരെ വർദ്ധിച്ചു. പ്രവർത്തന ചെലവിന് ആനുപാതികമായി ബസ് ചാർജ് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ നിർത്തിയിടേണ്ട സ്ഥിതിയാണ്. ഗുരുതരമായ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് ബിബിൻ T. ആലപ്പാട്ട്, ജനറൽ സെക്രട്ടറി VS പ്രദീപ് എന്നിവർ ആവശ്യപ്പെട്ടു. ഗുരുവായൂരിൽ അമീബിക് മസ്തിഷ്ക മരണം. ഗുരുവായൂർ തൈക്കാട് 6-ാം വാർഡിൽ 71 വയസ്സുകാരനാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. അമല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം.
പുത്തൂർ ചെറുകുന്ന് സ്കൂളിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെട്ടുകാട് സ്വദേശിനിയായ യുവതിയാണ് കാർ ഓടിച്ചിരുന്നത്. നാട്ടുകാരാണ് യുവതിയെ പുറത്തെടുത്തത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. പുത്തൂരിൽ മലഞ്ചരക്ക് കടകളിൽ മോഷണം. പുത്തൂർ സ്വദേശി പൂണത്ത് ചന്ദ്രൻ, മണ്ണുത്തി സ്വദേശി ഈനാശു എന്നിവരുടെ കടകളിലാണ് മോഷണം നടന്നത്. ചന്ദ്രന്റെ കടയിൽ നിന്ന് ജാതിപത്രിയും ഈനാശുവിന്റെ കടയിൽ നിന്ന് കുരുമുളകുമാണ് നഷ്ടപ്പെട്ടത്. കടയുടെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. പൂട്ട് തകർക്കാൻ ഉപയോഗിച്ച കമ്പിപ്പാര ചന്ദ്രന്റെ കടയുടെ മുന്നിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഒല്ലൂർ പോലീസിൽ പരാതി നൽകി. ദേശീയപാത കുറുമാലിയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. കാലടിയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോയിരുന്ന പിക്കപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. മഴയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഡിവൈഡറിൽ ഇടിച്ച് കാനയിലേക്ക് മറിയുകയായിരുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ആവശ്യപ്പെട്ട് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസ് അസോസിയേഷൻ രംഗത്ത്. പ്രധാന റോഡുകളിലും ഇടറോഡുകളിലുമുള്ള ഭൂമിക്ക് അശാസ്ത്രീയമായ രീതിയിൽ ഒരേ ന്യായവില കണക്കാക്കിയ ഭൂമിയുടെ ഫെയർ വാല്യൂ നിർണയവും കുറഞ്ഞ ചെലവിൽ പണിയുന്ന വീടുകൾക്ക് ആഡംബര വീടുകളിലേതിനേക്കാൾ തുല്യമായ രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കുന്നതും മൂലം റിയൽ എസ്റ്റേറ്റ് മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. ഈ മേഖലയെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാനുള്ള പ്രഖ്യാപനങ്ങളൊന്നും പുതിയ ബജറ്റിൽ ഉണ്ടായില്ല. ഈ സാഹചര്യത്തിൽ ഈ രംഗത്തെ വിവിധ സംഘടനകളുമായി യോജിച്ച് മന്ത്രിമാരെയും MLA-മാരെയും കണ്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുമെന്നും ഫലമുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭരംഗത്തിറങ്ങുമെന്നും ഭൂമിക റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസ് അസോസിയേഷൻ പ്രസിഡന്റ് VA രഞ്ജിത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭാരവാഹികളായ CK കബീർ, ജിജോ നീലങ്കാവിൽ, AP ജോയ്, PM ശ്രീനിവാസൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂരിൽ തെങ്ങിൻ തടം വൃത്തിയാക്കുന്നതിനിടെ വയോധികൻ കുഴഞ്ഞു വീണ് മരിച്ചു. ഈരാറ്റുപേട്ട സ്വദേശി 63 വയസ്സുള്ള രാജുവാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. നെന്മിനി കരുവാൻപടി മംഗലത്ത് ലീലാധരന്റെ വീട്ടിൽ തെങ്ങിൻ തടം വൃത്തിയാക്കുന്ന ജോലിക്കായി എത്തിയതായിരുന്നു അദ്ദേഹം. ജോലി ചെയ്യുന്നതിനിടെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആക്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, തൃശൂർ ടൗൺ യൂണിറ്റ്, റോഡ് ക്ലബ് ഓഫ് ട്രിച്ചൂർ സിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ ഹോട്ടൽ തൊഴിലാളികൾക്ക് മെഗാ മെഡിക്കൽ ആൻഡ് വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. അരണാട്ടുകര തോപ്പിൻമൂല കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ടൗൺ കമ്മിറ്റി ഓഫീസിൽ നടന്ന ക്യാമ്പ് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ഡിസ്ട്രിക്ട് പ്രസിഡന്റ് നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജൂഡോ വാച്ചപ്പറമ്പിൽ, VR സുകുമാർ, ശേഷാദ്രി, PS ബാബുരാജൻ, രാമചന്ദ്രൻ മന്നാടിയാർ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ 500-ലധികം ഹോട്ടൽ തൊഴിലാളികളെ പരിശോധിച്ച് ടൈഫോയിഡ് വാക്സിനും മെഡിക്കൽ സർട്ടിഫിക്കറ്റും നൽകി. പരിചരണത്തിന്റെ സ്വഭാവമുള്ള സ്വയം ശുശ്രൂഷയാണ് വായന. ആശുപത്രികൾ അനുഭവങ്ങളുടെ ഖനിയാണ് എന്നും അതിനാൽ വായന പ്രോത്സാഹിപ്പിക്കാൻ നല്ല ശ്രമം വേണമെന്നും സാഹിത്യകാരൻ E. സന്തോഷ് കുമാർ അഭിപ്രായപ്പെട്ടു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ വായനാ വാരാഘോഷങ്ങളും PN പണിക്കർ അനുസ്മരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമല ജോയിന്റ് ഡയറക്ടർ ഫാദർ ആന്റണി പെരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു. കേരള വെറ്റിനറി സർവകലാശാല മുൻ ലൈബ്രറിയൻ ഡോക്ടർ EK മോഹൻലാൽ, കേരള കാർഷിക സർവകലാശാല ചീഫ് ലൈബ്രറിയൻ ഡോക്ടർ NB നിഷ, കോളേജ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ റെനീസ് ഡേവീസ്, ഷീബ ഭാസ്കർ, സിസ്റ്റർ മിനി, ഫാദർ ഷിബു പുത്തൻപുറയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. മണലൂർ തുള്ളൽ കളരിയുടെ 14ാമത് മലബാർ രാമൻ നായർ പുരസ്കാരം കലാമണ്ഡലം മഹേന്ദ്രനും കലാമണ്ഡലം ഗോവിന്ദൻകുട്ടി സ്മൃതി പുരസ്കാരം കലാമണ്ഡലം വിഷ്ണു പനന്ധാനത്തിനും സമ്മാനിക്കും. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 27-ന് രാവിലെ ഗുരുവായൂർ ടൗൺ ഹാളിൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ പുരസ്കാരം സമ്മാനിക്കും. കേരള ഹൈക്കോടതിയിൽ സീനിയർ ഗവൺമെന്റ് പ്ലീഡറായി ചുമതലയേറ്റ ഉത്രാളിപുരം വടക്കാഞ്ചേരി ദേശം ഭാരവാഹി കൂടിയായ അഡ്വക്കേറ്റ് TS മായാദാസിനെ ഉത്രാളിപുരം വടക്കാഞ്ചേരി ദേശം ആദരിച്ചു. യോഗത്തിൽ ദേശ കമ്മിറ്റി പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു.
പൂരക്കമ്മിറ്റി ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി PN വൈശാഖ്, ട്രഷറർ പ്രശാന്ത് പുഴങ്കര, ജനറൽ കൺവീനർ PK രാജേഷ്, മുഖ്യ രക്ഷാധികാരികളായ ഡോക്ടർ PR നാരായണൻ, PN ഗോകുലൻ, PN രാജൻ, അസോസിയേറ്റ് സെക്രട്ടറി ജയൻ പാറയിൽ, കവി കുറ്റിപ്പുഴ രവി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിന് തകർപ്പൻ ജയം. സൗദി അറേബ്യയെ പരാജയപ്പെടുത്തിയത് എതിരില്ലാത്ത 4 ഗോളുകൾക്ക്. ലോകകപ്പിലെ ആദ്യ ഗോൾ നേടി ലമീൻ യമാൽ. യുറുഗ്വായെ സമനിലയിൽ തളച്ച് നവാഗതരായ കാബോ വെർദെ. സൂപ്പർ താരം ലമീൻ യമാലിന്റെ കന്നി ലോകകപ്പ് ഗോളോടെയാണ് സ്പെയിൻ ഗോൾ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത്. കളി തുടങ്ങി 10-ാം മിനിറ്റിലായിരുന്നു സ്പെയിനായി യമാൽ ആദ്യ ഗോൾ നേടിയത്. ബോക്സിന്റെ ഇടത് വിങ്ങിൽ നിന്നും മൈക്കൽ ഒയാർസാബാൽ നൽകിയ ക്രോസ് യമാൽ സൗദിയുടെ വലയിലാക്കുകയായിരുന്നു. പിന്നീട് മുന്നേറ്റ താരം ന്യൂസിലാൻഡിനെ 1-3 ഗോളുകൾക്ക് ഈജിപ്ത് പരാജയപ്പെടുത്തി. ഇതോടെ ഈജിപ്ത് ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്തെത്തി. കളിയുടെ തുടക്കത്തിൽ 15-ാം മിനിറ്റിൽ ആദ്യ ഗോൾ ന്യൂസിലാൻഡാണ് നേടിയതെങ്കിലും ആധിപത്യം പുലർത്താൻ കഴിഞ്ഞില്ല. 2-ാം പകുതിയിൽ ശക്തമായി തിരിച്ചുവന്ന ഈജിപ്ത് കിവികളുടെ ചിറകരിഞ്ഞു. സൂപ്പർ താരം മുഹമ്മദ് സലയും ഈജിപ്തിനായി 67-ാം മിനിറ്റിൽ ഗോൾ നേടി. വേൾഡ് കപ്പ് ഡെസ്ക് TCV. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന 2-ാം അംഗത്തിന് ഇന്നിറങ്ങും. ഗ്രൂപ്പിലെ 2ാണ്. അർജന്റീനയ്ക്ക് പിന്നാലെ ചൊവ്വാഴ്ച പുലർച്ചെ ഫ്രാൻസും ഗ്രൂപ്പ് ഘട്ടത്തിലെ 2ാം മത്സരത്തിനിറങ്ങും. ലോകകപ്പ് ടീമുകളുടെ ക്യാപ്റ്റന്മാരുടെ ചിത്രങ്ങളുമായി വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കിയ പ്രദർശന ഗ്യാലറി കൗതുകമായി. പൂർണ്ണമായും തുണിയിലാണ് ഈ ഗ്യാലറി ഒരുക്കിയിരിക്കുന്നത്. വടക്കാഞ്ചേരി സ്വദേശികളായ സൂരജ് കുമാർ, ശ്രീകാന്ത്, വിമേഷ് എന്നിവരാണ് 600 അടി നീളവും 8 അടി ഉയരവുമുള്ള തുണിയിൽ ചിത്രങ്ങൾ വരച്ചെടുത്തത്. നാടിന്റെ കൂട്ടായ്മയായ നടത്തറ സാംസ്കാരിക സമിതി അംഗങ്ങളും കൈകോർത്തതോടെ മികവിന്റെ സൃഷ്ടി അതിവേഗം പൂർത്തിയായി. 48 ക്യാപ്റ്റന്മാർക്കപ്പുറത്ത് ചുവരിൽ തൂക്കിയ ഇന്ത്യൻ ജേഴ്സിയിലേക്ക് നോക്കിയിരിക്കുന്ന കുട്ടിയുടെ ചിത്രം രാജ്യത്തിന്റെ പ്രതീക്ഷയുടെ പ്രതീകമായി മാറി. 3 ദിനം നീണ്ട പ്രദർശനം കാണാനും ദൃശ്യങ്ങൾ പകർത്താനും നിരവധി പേരാണ് വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് എത്തിയത്. 48 രാജ്യങ്ങളുടെ ക്യാപ്റ്റന്മാരും അവരുടെ ഫ്ലാഗുമാണ് ഇന്നിപ്പോൾ വരച്ച് പൂർത്തീകരിച്ചിട്ടുള്ളത്. അതോടുകൂടി തന്നെ നമുക്ക് നമ്മുടെ വലിയൊരു സ്വപ്നമാണ്, ഇന്ത്യയുടെ സ്വപ്നമാണ് വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതീക്ഷയും കൂടി നമ്മൾ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരിപാടി 8 ദിവസം 9 ദിവസം രാവുമ്പോൾ ഒരുപാട് പേരുടെ, ഒരുപാട് കൂട്ടുകാരന്മാരുടെ പ്രയത്നം ഇന്നിപ്പോൾ ഇവിടെ ഈ പ്രദർശനം വലിയ രീതിയിൽ, നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. യുവാക്കൾക്കായി അനുമോദന യോഗവും സംഘടിപ്പിച്ചു. യോഗത്തിൽ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് കേരള ടീമിന് വേണ്ടി ഫുട്ബോൾ കളിച്ച വിദ്യാർത്ഥികളെയും പരിശീലകരെയും ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് PN വൈശാഖ്, ഫാദർ വർഗീസ് തരകൻ, അജിത് കുമാർ മല്ലയ്യ, EK കുമാരൻ, നിത്യാസാഗർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റി കണ്ടശാങ്കടവ് ഏരിയ കൌൺസിലിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വടക്കൻ പുതുക്കാട് കർമ്മല മാതാവിന്റെ പള്ളിയിൽ നടന്ന ദിവ്യബലിക്ക് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജൂബിലി ദീപം തെളിയിക്കലും ബിഷപ്പ് നിർവഹിച്ചു. തുടർന്ന് നടന്ന ജൂബിലി സമ്മേളനം കണ്ടശാങ്കടവ് ഫൊറോന വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു. വടക്കൻ പുതുക്കാട് പള്ളി വികാരി ഫാദർ ജോസ് എടക്കളത്തൂർ അധ്യക്ഷനായിരുന്നു. ഏരിയ കൌൺസിൽ പ്രസിഡന്റ് PV മരിയ ജിനി, ജനറൽ കൺവീനർ സണ്ണി ജോസഫ്, ഫാദർ ജിക്സൺ താഴത്ത്, KK പോൾസൺ, PJ വർഗീസ്, TU ജെയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കോളർഷിപ്പ് വിതരണം, കുടുംബസംഗമം, സ്നേഹവിരുന്ന് തുടങ്ങിയവയും നടന്നു. ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് വെളുത്തൂരിലെ മാനവ് സംഗീത വിദ്യാലയത്തിൽ ഒരുക്കിയ 100ഓളം പ്രതിഭകളുടെ ഹിന്ദുസ്ഥാനി സംഗീതാലാപനം വേറിട്ട സംഗീത വിരുന്നായി. ആസ്വാദകരുമായി സംബന്ധിച്ചും ഗാനാലാപനം നടത്തിയും സംഗീതജ്ഞൻ രമേശ് നാരായണൻ സദസ്സിന്റെ മനം കവർന്നു.
12 മണിക്കൂറോളം നീണ്ട ഹിന്ദുസ്ഥാനി സംഗീത സദസ്സ് ഗായകർക്ക് അനുഗ്രഹീതരായ ഗുരുക്കൾക്ക് മുമ്പിൽ ആലാപന മികവ് പ്രകടിപ്പിക്കാനുള്ള അപൂർവ അവസരമായി. മാനവ് സംഗീത വിദ്യാലയത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്നവരും മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരും രമേശ് നാരായണനെ കാണാനും സംവദിക്കാനുമായി എത്തിയിരുന്നു. സംഗീതത്തിന്റെ വിവിധ മേഖലകളെക്കുറിച്ചും തരണം ചെയ്യേണ്ട പ്രതിസന്ധികളെക്കുറിച്ചും അദ്ദേഹം സംഗീത പ്രേമികളുമായി സംവദിച്ചു. തുടർന്ന് രമേശ് നാരായണന്റെ ഹിന്ദുസ്ഥാനി സംഗീത ആലാപനം ആസ്വാദകരെ നിർവൃതിയിലാഴ്ത്തി. രമേശ് നാരായണന്റെ മകളും പിന്നണി ഗായികയുമായ മധുശ്രീ നാരായണന്റെയും സംഗീത സംവിധായകനായ ബേണിയുടെയും ആലാപനം സദസ്സിന് ഇരട്ടി മധുരമായി. KSEBയിൽ നിന്ന് വിരമിച്ച ശേഷം സംഗീതത്തിനായി ജീവിതം മാറ്റിവെച്ച സതീഷ് മാധവാണ് വ്യത്യസ്തമായ സംഗീത സദസ്സ് സംഘടിപ്പിച്ചത്. വരും വർഷങ്ങളിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിനായുള്ള സംഗീത സദസ്സുകൾ സംഘടിപ്പിക്കുമെന്ന് സതീഷ് മാധവ് പറഞ്ഞു. ഗായകൻ പണ്ഡിറ്റ് വിജയ് സൂർസെന്നാണ് സംഗീത സദസ്സിന് നേതൃത്വം നൽകിയത്. കൾച്ചറൽ ഡെസ്ക് TCV. കുരുന്നു പ്രതിഭകളുടെ വിസ്മയ പ്രകടനവുമായി മലയാളത്തിലെ ആദ്യത്തെ സയൻസ് ഫിക്ഷൻ ബാലനാടകം അരങ്ങിലേക്ക്. വിഷ്ണു പ്രസാദ് സംവിധാനം ചെയ്ത് പാലക്കാട് നവരംഗ് അവതരിപ്പിക്കുന്ന നാടകം ഈ മാസം 27-28 തീയതികളിൽ രാത്രി 7-ന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെയും വിസ്മയിപ്പിക്കുന്ന രംഗങ്ങളുടെയും മികവോടെയാണ് നാടകം ഒരുങ്ങിയിരിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ആർട്ടിസ്റ്റിക് ഡയറക്ടർ കണ്ണൻ പാലക്കാട്, സംവിധായകൻ വിഷ്ണു പ്രസാദ്, ശ്രീരാജ് D. പ്രസാദ്, വിദ്യ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കടമ്പോട് ആനന്ദ കലാസമിതി വായനശാലയിൽ PN പണിക്കർ അനുസ്മരണം സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം PS അംബുജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് പ്രധാന അധ്യാപകൻ PS സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ മുൻ വൈസ് പ്രസിഡന്റ് MK ബാബു, സജിത രാജീവ്, OS മാധവൻ, ഇമ്മാനുവൽ ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. മുവായ് തായ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സ്വർണ്ണ മെഡൽ നേടിയ പൂപ്പത്തി സ്വദേശി EH ഹർഷിൽ ജന്മനാടിന്റെ ആദരം ഏറ്റുവാങ്ങി. 75 കിലോയിൽ താഴെയുള്ള വിഭാഗത്തിലാണ് ഹർഷിൽ സ്വർണ്ണ മെഡൽ നേടിയത്. പൂപ്പത്തി സ്വദേശി ഏരിമൽ ഹരിദാസിന്റെയും ഷീജയുടെയും മകനായ ഹർഷിലിന് പൂപ്പത്തി പൌരാവലി 60,000 രൂപയുടെ അവാർഡും സമ്മാനിച്ചു. മന്ത്രി OJ ജനീഷ് ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി. ഇതേ ഇനത്തിൽ ദേശീയ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ PA കൃഷ്ണാമൃത്, VS ധനഞ്ജയ് എന്നിവരെയും മന്ത്രി അനുമോദിച്ചു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് അധ്യക്ഷനായി. ഫുട്ബോൾ താരം അഖിൽ പ്രവീൺ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബൈജു തോമസ്, വാർഡ് അംഗങ്ങളായ PV അരുൺ, ഗിരിജ വാമനൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ പൾമണറി ആൻഡ് സ്ലീപ്പ് മെഡിസിൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച പൾമണോളജി സമ്മേളനം മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്നതായി. ഫ്ലൂറോകോൺ എന്ന പേരിൽ പുഴയ്ക്കൽ ഹയാത്ത് റീജൻസിയിൽ നടന്ന സമ്മേളനം മലങ്കര മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി സെക്രട്ടറി KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പൾമണറി ആൻഡ് സ്ലീപ്പ് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ അഖിൽ പോൾ വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ പേറ്റന്റ് ലഭിച്ച ഇൻഡ്വെല്ലിംഗ് പ്ലൂറൽ കാത്തറ്റർ സെറ്റിന്റെ ഔദ്യോഗിക പ്രകാശനം ചടങ്ങിൽ അദ്ദേഹത്തിന്റെ പിതാവ് പോൾ നിർവഹിച്ചു. ചികിത്സാ ചെലവ് ഗണ്യമായി കുറച്ച് കൂടുതൽ രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കാനാകുമെന്ന സവിശേഷതയാണ് ഈ IPC സെറ്റിനെ വ്യത്യസ്തമാക്കുന്നത്. APCCM മുൻ പ്രസിഡന്റ് ഡോക്ടർ ഡേവിസ് പോൾ, APT പ്രസിഡന്റ് ഡോക്ടർ തോമസ് ജോർജ്, ഇൻസ്കോൺ പ്രതിനിധികളായ അജേഷ് ഷാൻ, ഫ്ലൂറോകോൺ ഓർഗനൈസിംഗ് ചെയർമാൻ ഡോക്ടർ അഖിൽ പോൾ, സെക്രട്ടറി ഡോക്ടർ ജിബിൻ ജെയിംസ്, സയന്റിഫിക് ഹെഡ് ഡോക്ടർ ബോധി സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച പ്രബന്ധ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. വിവിധ സെഷനുകളിലായി പൾമണറി മേഖലയിലെ 40ഓളം വിഷയങ്ങളിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള പ്രമുഖർ വിഷയാവതരണം നടത്തി. ഫാക്കൽറ്റി അംഗങ്ങളും പ്രതിനിധികളുമായി 200ഓളം പേരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭ കിഴുപ്പള്ളിക്കര ശാഖയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു.
പെരിങ്ങോട്ടുകര നളന്ദ ഗവൺമെന്റ് സ്കൂളിൽ നടന്ന പരിപാടി ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. ശാഖാ സെക്രട്ടറി വിജയ ഉണ്ണിരാജൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് സുനിൽ കറുത്തുംപറമ്പിൽ, പഞ്ചായത്ത് അംഗം സജിത സുനിൽകുമാർ, ജില്ലാ സെക്രട്ടറി രാജൻ പല്ലിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. CPM കയ്പമംഗലം കൊപ്രക്കളം ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. PM സൈനുൽ ആബിദീൻ അധ്യക്ഷത വഹിച്ചു. KK വത്സരാജ് MLA മുഖ്യാതിഥിയായി. MA ഹാരിസ് ബാബു, PM അഹമ്മദ്, അഡ്വക്കേറ്റ് BK ജ്യോതി പ്രകാശ്, TV സുരേഷ് ബാബു, KG കൃഷ്ണകുമാർ, റസീന, ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം വനത്തിലുള്ള ആനപ്പാന്തം ആദിവാസി ഉന്നതിയിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കോടാലി സൌഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. ശാസ്താംപൂവം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് സൌഹൃദ വേദി പ്രസിഡന്റ് PT ജോയ് ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം AA റഫീഖ് അധ്യക്ഷത വഹിച്ചു. സൌഹൃദ വേദി സെക്രട്ടറി PM ഹംസ, PK രമേശ്, ഊരിമൂപ്പൻ സേവ്യർ, വനം വകുപ്പ് പ്രതിനിധി വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ വായന, അറിവും അനുഭൂതിയും വിഷയാവതരണവും വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടന്നു. കവിയും പ്രഭാഷകനുമായ പ്രസാദ് കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കൺവീനർ ശശികുമാർ അധ്യക്ഷനായി. കടങ്ങോട് പഞ്ചായത്ത് അംഗം PN വിഷയകുമാർ ഉപഹാര വിതരണം നടത്തി. കൺവീനർ പ്രീതി രാജേഷ്, ജിനിൽ മലയാറ്റിൽ, ഇടം പ്രസിഡന്റ് KR രാധിക, സെക്രട്ടറി അക്ബർ അലി തുടങ്ങിയവർ സംസാരിച്ചു. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹൈസ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ സൊസൈറ്റി പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ അഷറഫ് അമ്പയിൽ പുസ്തകങ്ങൾ സ്കൂൾ ലീഡർ അമിത് കൃഷ്ണയ്ക്ക് നൽകി വായനാ വാരാചരണം ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് ഇൻചാർജ് ബിന്ദു പേരാത്ത്, അധ്യാപകൻ PN സുജായ്, ട്രസ്റ്റ് സെക്രട്ടറി രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, MB സജീവൻ, PTA പ്രസിഡന്റ് സുനിത ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ലയൺസ് ക്ലബ് ഓഫ് വലപ്പാട്, എക്സൽ എടത്തിരുത്തി, വലപ്പാട് പഞ്ചായത്തുകളിലെ 82 ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് മഴക്കോട്ടുകൾ വിതരണം ചെയ്തു. മഴക്കോട്ടുകളുടെ വിതരണോദ്ഘാടനം നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P ബിനു, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ എന്നിവർ നിർവഹിച്ചു. സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി തയ്യൽ മെഷീനുകളും വിതരണം ചെയ്തു. പ്രസിഡന്റ് ലയൺ MJF സുഗുണൻ കൊട്ടേക്കാട് അധ്യക്ഷത വഹിച്ചു. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ജോർജ് D ദാസ്, എടത്തിരുത്തി പഞ്ചായത്ത് മെമ്പർ ഷനിത ലെനിൻ, ലയൺ ആനി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. കുതിക്കുന്ന ഇന്ത്യൻ വാഹന വിപണിയിൽ പുതുമ നിറച്ച് ടാറ്റ ടിയാഗോയുടെ പുതിയ പതിപ്പ് വിപണിയിലെത്തി. തൃശൂർ പുഴയ്ക്കൽ ഹൈസൺ മോട്ടോഴ്സിൽ നടന്ന ലോഞ്ചിംഗിൽ നിരവധി പേർ പങ്കെടുത്തു. ടാറ്റ മോട്ടോഴ്സിന്റെ കേരളത്തിലെ നമ്പർ 1 ഡീലറായ ഹൈസൺ മോട്ടോഴ്സിന്റെ ടാറ്റ EV സ്റ്റോർ അടക്കമുള്ള 10 ഷോറൂമുകളിലും ഒരേ സമയം മെഗാ ലോഞ്ചിംഗ് നടന്നു. പുഴയ്ക്കൽ ഷോറൂമിൽ നടന്ന പെട്രോൾ EV മോഡലുകളുടെ ലോഞ്ചിംഗിൽ തൃശൂർ വെസ്റ്റ് SI അനിൽകുമാർ, കോർപ്പറേഷൻ കൌൺസിലർ രഘുനാഥ് C മേനോൻ എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു. ഹൈസൺ ടാറ്റ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സഹീർ അബ്ദു, ജനറൽ മാനേജർ ബിനോജ് അഗസ്റ്റിൻ, CEO രാജീവ്, ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈസൺ ടാറ്റയുടെ മരത്താക്കര, ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, ചന്ദ്രാപിന്നി, വാഴക്കോട്, കുന്നംകുളം ഷോറൂമുകളിലും ലോഞ്ചിംഗ് നടന്നു. എൻട്രി ഹാച്ച്ബാക്ക് മോഡലുകളിൽ ഏറ്റവും സ്റ്റൈലിഷ് ഡിസൈനാണ് പുതിയ ടിയാഗോയുടേത്. LED ഹെഡ്ലാമ്പ്, ഐബ്രോ ഷേപ്പിലുള്ള DRL, ബ്ലാക്ക് ഗ്രിൽ, പിക്സൽ ഷേപ്പിലുള്ള ഫോഗ് ലാമ്പ് എന്നിവ ന്യൂജൻ ടിയാഗോയുടെ സവിശേഷതകളാണ്. 10.25 ഇഞ്ച് വലിപ്പമുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, പുതുമയുള്ള കൺസോൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങിയ ഫീച്ചറുകളും പുതിയ മോഡലിനെ വേറിട്ടതാക്കുന്നു. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിന് പുറമെ
CNG വേരിയന്റും ഇലക്ട്രിക് വേരിയന്റും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9249579079. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,430 രൂപ, പവന് 1,07,440 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വിയൂർ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെ തടവുകാരൻ മരിച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചുവെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും രമേശ് ചെന്നിത്തല. തൃശൂർ DCC ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റായി പാർട്ടിയിൽ സജീവമല്ലാത്ത ആളെ നിയമിച്ചെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചവരെ പോലീസ് നീക്കി. വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് കൊടുങ്ങല്ലൂരിൽ ലക്ഷക്കണക്കിന് ചെമ്മീൻ കുഞ്ഞുങ്ങൾ ചത്തു. 15 ലക്ഷം രൂപയുടെ നഷ്ടം. ഗുരുവായൂരിൽ നടപ്പാതയിൽ കിടന്നുറങ്ങുകയായിരുന്ന വയോധികന് തെരുവ് നായയുടെ കടിയേറ്റു. മലപ്പുറം സ്വദേശി ബാലനാണ് പരിക്കേറ്റത്. അതിരപ്പള്ളി വെറ്റിലപ്പാറ വഞ്ചിക്കടവ് ഉന്നതിയിൽ കാട്ടാന ആക്രമണം. എടയാലത്ത് പറമ്പിൽ മധുവിന്റെ വീട്ടിലെ ബൈക്കും വൈദ്യുതി മീറ്റർ ബോർഡും ആന തകർത്തു. ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിന് തകർപ്പൻ ജയം. സൗദി അറേബ്യ അർജന്റീന രണ്ടാം അംഗത്തിന് ഇന്നിറങ്ങും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിൽ.